CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാവ് പി മോഹൻ മാസ്റ്ററാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. മാഷെ, കരയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കേരള ബാങ്ക് പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ അമരത്തേക്കാണ് മാഷ് ഇപ്പോൾ കടന്നു വരുന്നത്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? കേരള ബാങ്ക് രൂപീകൃതമായത് 2019-ലാണ്. 6 വർഷം പിന്നിടുകയാണ്. 7-ാം വർഷത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഇതിനകം തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിലെ നിർണായക ഘടകമായി കേരള ബാങ്കിന് ഉയരാനും മുന്നേറാനും സാധിച്ചിട്ടുണ്ട്. അത് ജനങ്ങളുടെ നല്ല നിലയിലുള്ള പിന്തുണയും ജനങ്ങളിൽ നിന്നുള്ള വിശ്വാസവും അത് കേരള ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട കരുത്താണ്. മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുടെ ഭാഗമാണ്, ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമാണ് കേരള ബാങ്ക് രൂപീകരണത്തിന് തന്നെ വഴിയൊരുക്കിയത്. ഇത് ഒരു രാജ്യത്തിന് തന്നെ ഒരു മാതൃകയായി മാറുകയാണ് ചെയ്തത്. ഇതിനകം തന്നെ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാന സഹകരണ ബാങ്കിനേക്കാളും കൂടുതൽ ബിസിനസ്, രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന സംസ്ഥാന സഹകരണ ബാങ്ക് ഇന്ന് കേരള ബാങ്കാണ്. മാത്രമല്ല, വായ്പാ വിതരണത്തിലും കേരള ബാങ്ക് മറ്റേതൊരു സംസ്ഥാന സഹകരണ ബാങ്കിനേക്കാളും മുന്നിലാണ്. ഇതോടൊപ്പം തന്നെ നിക്ഷേപ സമാഹരണത്തിലും മറ്റേതൊരു ബാങ്കിനേക്കാളും മുന്നിലാണ്. മറ്റ് കമേഴ്ഷ്യൽ ബാങ്കുകളെ പോലും മറികടക്കാവുന്ന വിധത്തിൽ നിക്ഷേപ സമാഹരണത്തിലും അതുപോലെ ബിസിനസ്സിലുമെല്ലാം മുന്നോട്ട് വരുന്നതിന് കേരള ബാങ്കിന് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. കേരള ബാങ്കിൻ്റെ ഒരു പ്രത്യേകത, കേരള ബാങ്ക് വഴി സമാഹരിക്കുന്ന നിക്ഷേപം, കേരളത്തിൽ നിന്ന് സമാഹരിക്കുന്ന നിക്ഷേപം കേരളത്തിൻ്റെ തന്നെ നാടിൻ്റെ വികസനത്തിനും ക്ഷേമത്തിനും പ്രയോജനപ്പെടുത്തുക എന്ന സമീപന രീതിയാണ് കേരള ബാങ്ക് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അത് വലിയ നിലയിൽ സംസ്ഥാന ഗവൺമെൻറ്റുമായെല്ലാം സഹകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പൊതുവികസനത്തിന്, പുരോഗതിക്ക് എല്ലാവിധത്തിലും സാമ്പത്തികമായ പിൻബലം നൽകി ഇടപെടുക എന്ന ഒരു വലിയ ദൗത്യമാണ് കേരള ബാങ്ക് ഏറ്റെടുത്തിരിക്കുന്നത്. കേരള ബാങ്കിന് ഈ വർഷങ്ങളിൽ ലാഭത്തിലേക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നെറ്റ് പ്രോഫിറ്റിലേക്ക് വളരെ വേഗത്തിലെത്താൻ കഴിയും എന്നാണ് ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ അംഗങ്ങളായിട്ടുള്ളത് കേരളത്തിലെ സംസ്ഥാനത്തെ നൂറുകണക്കായ പ്രാഥമിക വായ്പാ സംഘങ്ങളാണ്, പ്രൈമറി ബാങ്കുകളാണ്. അവർക്ക് ലാഭവിഹിതം നൽകാൻ കഴിയുന്നിടത്തേക്ക് സമീപ ഘട്ടത്തിൽ തന്നെ മുന്നേറാൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ വളർച്ചയും പുരോഗതിയും പരമപ്രധാനമാണ്. മാത്രമല്ല, കേരളത്തിലെ ഓരോ മലയാളിയുടെയും കേരളീയൻ്റെയും സ്വന്തം ബാങ്കാണിത് കേരള ബാങ്ക്. ആ ഒരു ധാരണയോടുകൂടി കുറെ കൂടി കസ്റ്റമർ സൗഹൃദമായ നിലയിൽ ഇന്നത് വളരെയേറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. കുറേ കൂടി കസ്റ്റമർ സൗഹൃദമായ നിലയിൽ എല്ലാ ബ്രാഞ്ചുകളെയും ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതാണ് ഇനിയുള്ളൊരു പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ് ബാങ്കിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പറയുന്നത്? ഇപ്പോൾ തന്നെ 50-ലധികം വായ്പാ പദ്ധതികൾ കേരള ബാങ്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. അത് ഒന്ന് പ്രധാനമായും ഇപ്പോൾ പ്രവാസികൾക്ക് പ്രത്യേക വായ്പ നൽകുന്നുണ്ട്, പ്രവാസി വായ്പാ പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ 10-ലേറെ വരുന്ന വനിതാ വായ്പാ പദ്ധതികളുണ്ട്. ഇതോടൊപ്പം വളരെ പ്രധാനമായിട്ടുള്ളത് ഈ ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പ അനുവദിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ 1 ലക്ഷത്തിലധികം വരുന്ന ഒരു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ചെറുകിട സംരംഭ വായ്പാ പദ്ധതികൾ ഇതിനകം തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതെല്ലാം കുറേ കൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനാകണം. ഇപ്പോൾ ഒരു പ്രധാന ദൗത്യമായി ഞങ്ങൾ കാണുന്നത് ഈ നെറ്റ് പ്രോഫിറ്റിലേക്കൊക്കെ എത്തിക്കുന്നതിന് ഈ വായ്പാ കുടിശ്ശികയുണ്ട്, NPA, അത് പരമാവധി കുറച്ചു കൊണ്ടുവരുന്നതിന് സാധിക്കണം. അതിനുള്ള ഒരു ബൃഹത്തായ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ബിസിനസ് ഇനിയും എത്രയോ വർദ്ധിപ്പിച്ചുകൊണ്ട് ഓരോ സാധാരണ മനുഷ്യനും ഏത് ആവശ്യങ്ങൾക്കും സാമ്പത്തിക ഇടപാടുകൾക്ക് അവർക്ക് എപ്പോഴും സമീപിക്കാവുന്ന അവരുടെ ബാങ്ക് എന്ന അവരുടെ സങ്കല്പത്തിന് പൂർണ്ണത നൽകുന്നതിനും പ്രതീക്ഷയ്ക്ക് പൂർണ്ണത നൽകുന്നതിന് സാധിക്കണമെന്നാണ് കാണുന്നത്.
അപ്പോൾ ഒരു നിക്ഷേപ സൗഹൃദമായ പൂർണ്ണമായ അത്തരമൊരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നതാണ് പരമപ്രധാനമായി ഞങ്ങൾ കാണുന്നത്. സംസ്ഥാനത്തെ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കേരള ബാങ്കിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ മോഹൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ആർ കെ ഫിറോഷിനൊപ്പം പി വി കുട്ടൻ.